ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബെറി അപ്പ് റെസിപ്പിയാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ബെറി അപ്പ് റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെറി അപ്പ് റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ ഒരു 3/4 കപ്പ് ഓട്സ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തെടുത്തത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് നല്ല പുളിയില്ലാത്ത തൈരാണ്. ഇത് ഞാൻ തന്നെ ഉറവൊഴിച്ച് എടുത്തതാണ്. അധികം പുളി ഒട്ടും പാടില്ല. പുളിയില്ലാത്ത നല്ല തൈര്. അപ്പോൾ നമ്മൾ ഇതിന് ആവശ്യമുള്ള പഴങ്ങളൊക്കെ ചെറുതായിട്ട് നുറുക്കിയെടുത്തു. നട്ട്സും ചെറുതായിട്ട് നുറുക്കിയെടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞിട്ട് കുരുവും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിന് വേണ്ടത് സ്ട്രോബെറിയാണ്. ഇപ്പോൾ സ്ട്രോബെറി ഫ്രഷ് ആയിട്ടുള്ളത് ഉള്ളവർക്ക് അത് തന്നെ എടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് സ്ട്രോബെറി ഇല്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ജാമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കിനി കുറച്ച് ഈ പുളിയില്ലാത്ത തൈരിൽ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ ജാം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഈ തൈരിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെയ്യാം. ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വെച്ച് എടുത്തിട്ട് അതിനെ സെലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ചൊക്കെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യാം. 2 സൈഡും തുറന്നിരിക്കുന്ന ഒന്നാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓട്സ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് അവൈലബിൾ ആയിട്ടുണ്ടോ അത് തന്നെ നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, ഇപ്പോൾ ഞാൻ പഴം, ആപ്പിള്, മാതളങ്ങ, ഓറഞ്ച്, ചെറി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്ട്രോബെറി ജാം മിക്സ് ചെയ്ത ആ ഒരു കർഡ് എടുക്കാം.
വീണ്ടും നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മാറി മാറി അസംബിൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അവസാനമായിട്ട് കുറച്ച് ഐസ്ക്രീം വെച്ച് കൊടുത്തു. ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഒരല്പം ഫ്രൂട്ട്സും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ നമുക്കിനി ഇതെടുക്കാം. അപ്പോൾ ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഇടനേരത്തിനൊക്കെ കഴിക്കാനും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.